കോട്ടയത്ത് തോമസ് ചാഴികാടൻ തന്നെ വീണ്ടും കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന. സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യുന്നതിനായി പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേരുന്നു. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് കോട്ടയം ലോക്സഭ മണ്ഡലം നൽകിയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി ആദ്യമേ കൂടും. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടും. അതിനകത്ത് ചർച്ച ചെയ്തതിനു ശേഷം എങ്ങനെ വേണം എന്ത് വേണം എന്നുള്ള ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനമെടുക്കും. ഇന്ന് പ്രഖ്യാപനം അല്ല, അത് സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തതിനു ശേഷം എങ്ങനെ വേണം ഏത് രീതിയിൽ വേണം. തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി എന്നുള്ളതിന് മാത്രമല്ലല്ലോ, സംഘടനാ തലത്തിൽ താഴെത്തട്ടിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. അല്ല, അത് കൃത്യമായി LDF പറഞ്ഞല്ലോ. നമ്മൾ ഈ സീറ്റ് LDFിൻ്റെ ഉള്ളതായിരുന്നു, കോട്ടയം ലോക്സഭാ മണ്ഡലം. അതിപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വിട്ടു നൽകി. പ്രശാന്ത് തൊട്ടുങ്ങിലുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, സ്ഥാനാർത്ഥി നിർണയം തന്നെ ചർച്ച ചെയ്യാനാണ് ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നത്. പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ചാഴികാടൻ തന്നെ കോട്ടയത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വരുമെന്നുള്ള സൂചന കൂടി വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ചയായത്? സ്റ്റിയറിംഗ് കമ്മിറ്റി ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ആദ്യം ഘട്ടത്തിൽ നടക്കുന്നത്. അതിനുശേഷമാണ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് നടക്കുക. ഇതിലായിരിക്കും സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. എന്തായാലും സിറ്റിംഗ് MP തോമസ് ചാഴികാടൻ ഏകദേശം സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ പാർട്ടിയുടെ ഒരു അംഗീകാരം ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയും പാർട്ടി സെക്രട്ടേറിയറ്റും നടക്കുന്നത്. അതിനുശേഷം ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം എന്തായാലും ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ സിറ്റിംഗ് MP ആയിട്ടുള്ള തോമസ് ചാഴികാടന് തന്നെയാണ് 100% സാധ്യത. മറ്റ് പേരുകളിലേക്കൊന്നും തന്നെ പാർട്ടി കടന്നുപോയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 5:15 പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണും. ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനാണെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ശക്തമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച കാര്യത്തിൽ ഇന്ന് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവുക. എന്തായാലും സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. തോമസ് ചാഴികാടന്റെ പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത്. എന്തായാലും 5:15 മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോസ് കെ മാണി വിശദീകരിക്കും.